വലിപ്പച്ചെറുപ്പത്തിനെല്ലാം അപ്പുറത്ത് ഒരു മനുഷ്യന് വീടുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്ത ഉത്തർപ്രദേശിലെ വാരാണസിയിലുള്ള ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച ഒരു വീടാണിത്. ഈ വീടെന്ന് പറയുമ്പോൾ ഈ വലിപ്പം കണ്ടില്ലേ? ഈ വലിപ്പം കാണുമ്പോൾ നമ്മൾ കരുതിയത് ഒരു വീടാണെന്ന്. ഒരു വീടല്ല, ഇത് 2 വീടാണ്. ഇത് ബസാമൻജിയുടെ വീടാണ്. ഇത് മമതാജിയുടെ വീടാണ്. നമുക്ക് നാട്ടിൽ 4 ലക്ഷം രൂപയാണല്ലോ ലൈഫ് പദ്ധതി പ്രകാരം വീടെടുക്കാൻ വേണ്ടി ലഭിക്കുന്നത്. ഇവിടെ എത്ര രൂപയാണ്? ഇവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ദീദി അല്ല ആപ്പിയാജോ ഇതാണ് ഈ വീടിൻ്റെ നമ്മൾ കയറി വരുന്ന ഭാഗത്തെ ഒരു ഹാളെന്ന് പറയാം. നേരെ വരുന്നത് ഈ പടികളുള്ള സ്ഥലത്തേക്കാണ്. ഓ ദീദി, നമ്മൾ വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ദീദി എടുത്ത് മാറ്റിയതാണ്. ഇതാണ് ഈ വീട്ടിലെ ഏക മുറി. ആ മുറി തന്നെയാണ് അവർ ഗ്യാസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഉജ്ജ്വല യോജനക്ക ഗ്യാസേ മുകളിലേക്ക് മുറി എടുക്കാനുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. 2 മുറി എടുക്കാം. जब हो जाएगा अपना व्यवस्था तो बनवा लेंगे हम लोग. 2.5 लाख मिला था, 3 लाख अपना लगाए हैं, तो 5 लाख पूरा मेरा लगा है. 2.5 ലക്ഷം രൂപയാണ് സർക്കാർ ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തത്. 3 ലക്ഷം രൂപ കൂടി അവർ കയ്യിൽ നിന്നിട്ടാണ് ഇത്തരം സൗകര്യത്തിൽ ഈ വീടാക്കിയത്. അതായത് ഒരു മുറി, ഒരു ഹാള്, അടുക്കളയില്ല. അവിടെ ആ റൂമിൽ തന്നെയാണ് അവർ അടുപ്പ് വെച്ചിട്ടുള്ളത്. ഇതാണ് അവരുടെ ബാത്റൂം. ഡോർ നെയ്യേ ഓക്കെ. അതായത് ഇതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ തന്നെ അദ്ദേഹം ദത്തെടുത്ത ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ അവസ്ഥ. ഒരു താരതമ്യവും പഠനമൊന്നുമല്ല. കാര്യം ഒരു വലിയ രാജ്യത്തിൻ്റെ 2 അറ്റത്തുള്ള 2 സംസ്ഥാനങ്ങൾ സാമ്പത്തികമായും സാമൂഹികമൊക്കെ വലുതായി വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ കേരളത്തിൽ 4 ലക്ഷം രൂപ ലഭിക്കുമ്പോൾ എങ്ങനെ വീട് പണിയുന്നു, ഇവിടെ 2.5 ലക്ഷം രൂപ ലഭിക്കുമ്പോൾ എങ്ങനെ വീട് പണിയുന്നു എന്ന ഒരു കാഴ്ച, യാഥാർത്ഥ്യം മാത്രം കാണിച്ചു തരികയാണ് വോട്ടർ സൈക്കിൾ ഡയറി ചെയ്തത്. നമ്മളിവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദത്തെടുത്ത ഗ്രാമത്തിലെ മറ്റ് കാഴ്ചകളിലേക്ക്.